ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളുടെ അയൽവാസി ചൈന ഒരു വളരെ നല്ല കുട്ടിയാണെന്ന് തെളിയിക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടല്ലോ. നമ്മളുമായിട്ടുള്ള ബന്ധം, അതായത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ സുശക്തമാക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ വ്യാപിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഒരു ഫലമായിട്ട് ചൈന നമ്മളോട് അടുക്കുവാൻ വളരെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ ഇപ്പോൾ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ശുഷ്കാന്തി എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള എന്തോ പണി കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ബോധം ചൈനയ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. കാരണം റഷ്യ യുക്രൈൻ വാർ അത് ഇനി എത്രത്തോളം അത് തുടരും എന്നുള്ളൊരു അവസ്ഥ നമുക്കറിയില്ല. കാരണം അതിനൊരു സാച്ചുറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക അടുത്ത ഒരു പക്ഷേ തുറക്കാൻ പോകുന്നൊരു വാർ ഫ്രണ്ട് അല്ലെങ്കിൽ വാർ തിയേറ്റർ, അത് തീർച്ചയായിട്ടും അതിൻ്റെ എതിർ കക്ഷി എന്ന് പറഞ്ഞാൽ ചൈന ആയിരിക്കാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷൻ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അമേരിക്ക സ്ഥിരമായി ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോക്സി ആയിട്ടുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധ രീതികളാണ് അമേരിക്ക ചെയ്തു പോരുന്നത്. പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോക്സി ആയിട്ട് നിൽക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ആ രാജ്യങ്ങളെ കൊണ്ട് അവരുടെ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലുള്ള നയപരിപാടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു കുറേ കാലമായി നാം കണ്ടുവരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് യുക്രൈൻ റഷ്യ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്രൈൻ നമുക്കറിയാം വെസ്റ്റ് അമേരിക്കയുടെ പ്രോക്സി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ കുറഞ്ഞ വർഷം സെലിൻസ്കി വന്നതിന് ശേഷം ഇപ്പം യമനിൽ സൗദിയും UAE നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ അപ്പോൾ അതെല്ലാം അമേരിക്കയുടെ പ്രോക്സി ആയിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ബ്രിട്ടീഷ് പ്രോക്സികളായിട്ടാണ് ആ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങൾ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ പണ്ട് നമുക്ക് പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ആക്രമങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ടായിരുന്നു. പാകിസ്ഥാൻ നിന്നുകൊണ്ടാണ് നമുക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടത്. അതിൽ പണ്ട് ചൈന ചെയ്ത യുദ്ധം അത് തന്നെയായിരുന്നു. 62 ഇന്ത്യ ചൈന വാർ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഇതിനെ ജിയോ പൊളിറ്റിക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. അന്ന് അമേരിക്കയുടെ പ്രോക്സിയായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 71 പിന്നെ ബംഗ്ലാദേശ് വാർ സമയത്തും ഇതുപോലെ തന്നെ അമേരിക്കയുടെ അന്ന് പ്രസിഡൻ്റ് ആയിരുന്നു റിച്ചാർഡ് നിക്സൺ ആയിരുന്നു, അല്ലേ? റിച്ചാർഡ് നിക്സൺ ചൈനയെ അന്ന് പിന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ ചൈന ഈ അതിർത്തിയിൽ സേനാവിന്യാസം നടത്തുവാനും ഇന്ത്യ ഭീഷണിപ്പെടുത്താനും ഒക്കെ അന്ന് റിച്ചാർഡ് നിക്സൺ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്ക ചൈനയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും അന്ന് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമാകുകയൊക്കെ ശക്തമായി നിലനിന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അമേരിക്ക പല കാലഘട്ടത്തിലും ഇങ്ങനെ പ്രോക്സി ആയിട്ടുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ മറ്റ് പ്രോക്സീസ് ഉണ്ട്, രാജ്യങ്ങളല്ലാത്ത പ്രോക്സീസ് ഉണ്ട്. നമുക്കറിയാം പല ടെറർ ജിഹാദി ഗ്രൂപ്പ്സ്, ലോകത്തുള്ള പല എല്ലാ ടെറർ ജിഹാദി ഗ്രൂപ്പ്സും അവരുടെ പ്രോക്സീസ് തന്നെയാണ്, മോറോർലെസ് ഏറെക്കുറെ എന്നതല്ല. അപ്പോൾ ഒന്നുകിൽ അതുപോലുള്ള പ്രോക്സീസിനെ ഉപയോഗിക്കുക ഏതെങ്കിലും രാജ്യത്തിനെതിരെ, അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ സോവറൻ നേഷൻസ് എന്ന് പറയുന്ന ഈ സ്വതന്ത്ര രാജ്യങ്ങൾ, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ സൗദി അറേബ്യ, UAE, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ഇസ്രായേൽ, യുക്രൈൻ, നേരത്തെ ഉണ്ടായിരുന്ന ചൈന. അപ്പം ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ രീതികളാണ് അവർ തീർച്ചയായിട്ടും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ ചൈന ഒരുപക്ഷെ ഈ പറഞ്ഞ ഒരു ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അവർക്കൊരു പിന്നെ ബോധം അല്ലെങ്കിൽ അറിവുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ഒരു യുദ്ധമുഖം അല്ലെങ്കിൽ വാർ ഫ്രണ്ട് ചൈനയ്ക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഓപ്പൺ കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മിലിറ്ററി പ്രഷർ
സ്ട്രാറ്റജിക്കായുള്ള പ്രഷർ ചൈനയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സഹായിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ ഇന്ത്യയുമായിട്ട് ഈ ബോർഡർ കോൺഫ്ലിക്റ്റ് ഒന്ന് അയവ് വരുത്തുവാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ നോർമലൈസ് ചെയ്യാനൊക്കെ ചൈന തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന കുറേ മാറ്റങ്ങൾ ഉണ്ട്. അപ്പം കഴിഞ്ഞ മാസം തോന്നുന്നു ബ്രിക്സിൻ്റെ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ മോദി പ്രൈം മിനിസ്റ്ററും അതുപോലെ ചൈനയുടെ പ്രസിഡൻറ്റും തമ്മിൽ ഹാൻഡ് ഷേക്കും അതുപോലെ തന്നെ ഉന്നതതല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഡോക്ലാമിൽ പ്രത്യേകിച്ചുണ്ടായിരുന്ന ഒരു മിലിറ്ററി എൻഗേജ്മെൻറ്റ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള, അപ്പോൾ അതിനെ ഡിസെൻഗേജ് ചെയ്യാൻ തീരുമാനിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അതിനുശേഷം ഉന്നതതല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രസീലിൽ വെച്ച് റിയോ ഡി ജനീറോയിലെ G20 മീറ്റിങ്സിൽ പിന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാർ കൂടുതൽ ചർച്ചകൾ നടത്തുകയും ചില പുതിയ പിന്നെ റിലേഷൻസിൻ്റെ നോർമലൈസേഷന് സാധ്യമാകുന്ന ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. അതായത് നമ്മൾ കൈലാഷ് മാനസരോവർ പിൽഗ്രിമേജ് തുടങ്ങുവാനും അതുപോലെ തന്നെ ക്രോസ് ബോർഡർ റിവർ അതിനെക്കുറിച്ചുള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ, മീഡിയ എക്സ്ചേഞ്ച്, പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളും നിർത്തിവെച്ച ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് എല്ലാം തുടങ്ങുവാൻ, ഇങ്ങനെ 3-4 പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയൊക്കെ ചെയ്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ബ്രസീലിൽ വെച്ചുണ്ടായ മീറ്റിങ്ങിൽ. അപ്പോൾ ഇതിനകത്തിൽ ഈ ചൈന നമ്മളോട് ഇത്രയും കൂടുതൽ അടുപ്പം കാണിക്കാനുള്ളൊരു പ്രധാന കാരണം, ഒന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒന്നുകിൽ ഈ പറഞ്ഞ പ്രതിരോധ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള, എന്നുവെച്ചാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ അല്ലെങ്കിൽ തലത്തിൽ ചൈന നേരിടാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കാം. അതിലുപരി നമ്മളിപ്പോൾ കണ്ടത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ചൈനയുടെ നമ്മളോട് കാണിക്കുന്ന ഈ അടുപ്പത്തിന് ഏറ്റവും പ്രധാന കാരണം ട്രംപിൻ്റെ വിജയം തന്നെ ആയിരിക്കും എന്നുള്ളത് അതിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം ട്രംപ് ചൈനയുടെ യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ട്രംപ് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ട്രേഡ് വാറുണ്ട് ചൈനയ്ക്കെതിരെ. എന്നുവെച്ചാൽ ട്രംപ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ ട്രംപ് ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ്, പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ചൈനയുടെ ഇമ്പോർട്ടിൻ്റെ മുകളിൽ 60% ടാരിഫ് നികുതി ഏർപ്പെടുത്തും എന്നുള്ളൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനത്തിൽ നിന്ന് പുറമോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ ട്രംപിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഇനി വരാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അത് ഇനവിറ്റബിളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ ആയിരിക്കും. കാരണം അത് ഓഫ് കോഴ്സ് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ വ്യവസായങ്ങളെയും അവരുടെ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റിനെയൊക്കെ സംരക്ഷിക്കുവാനും പിന്നെ ജോബ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഉള്ളൊരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രൊട്ടക്ഷനിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇക്കണോമിക് ടേംസിൽ. അതെല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ശക്തിയിലും തലത്തിലുമൊക്കെ അവരത് ഏർപ്പെടുത്തുന്നുണ്ട് പല രാജ്യങ്ങൾക്കെതിരെയും. അപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റ് കോംപ്രമൈസുകളോ അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഇല്ല തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യത്തിനോ യൂറോപ്യൻ യൂണിയനോ ഈവൻ ചൈനയ്ക്ക് പോലും മറ്റ് രാജ്യങ്ങളുടെ മേൽ ഇതുപോലുള്ള ഈ പറഞ്ഞ പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസീസ് ഇമ്പോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും പറ്റത്തില്ല. കാരണം നമ്മുടെ ട്രേഡിൻ്റെയൊക്കെ വോളിയം വളരെ കുറവാണ്. നമുക്കങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ട്രേഡ് വാറിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഏർപ്പെടാനും സാധിക്കത്തില്ല. അത് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നല്ലാതെ മറ്റ് പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ ചൈനയുടെ ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം ട്രംപിൻ്റെ ഈ ഒരു പോളിസി ഡിക്ലറേഷൻ തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ചൈന അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ 60% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ഈ ഇമ്പോർട്ട് ടാരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെ സാധനങ്ങൾക്ക് വളരെയധികം വില കൂടുതലും അത് അമേരിക്കൻ ഡൊമസ്റ്റിക് കൺസംഷന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ആ സാധനങ്ങളൊക്കെ വളരെ വില കൂടുതലും
തന്മൂലം ചൈനീസ് സാധനങ്ങൾ വാങ്ങിക്കാതെ വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെ അതാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള പിന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യവും ഇങ്ങനെ ടാരിഫ് അല്ലെങ്കിൽ നികുതി കൂട്ടുന്നത് ഇമ്പോർട്ടിൻ്റെ മുകളിൽ നികുതി കൂട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം അമേരിക്കൻ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ അമേരിക്കൻ വ്യവസായങ്ങളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവിടെ കൂടുതൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസംഷൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കൺസംഷന് അത് കാരണമാക്കുകയൊക്കെ ചെയ്യും. കാരണം ചൈനീസ് പ്രോഡക്ട്സ് എന്തായാലും വളരെയധികം വില കൂടുതലായിരിക്കും. അത് അവിടുത്തെ കൺസംഷൻ അഫോർഡ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കത്തില്ല. അപ്പം ആ ഒരു പർപ്പസോടുകൂടി ആയിരിക്കും ട്രംപ് ഈ പറഞ്ഞ 60% അല്ലെങ്കിൽ അതിന് മുകളിൽ ടാരിഫ് 60% വരെ എന്നല്ല 60%. അപ്പോൾ 60% എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയത്തില്ല, എവിടം മുതൽ എവിടം വരെയാണ് നമുക്കറിയത്തില്ല. അതൊക്കെ ഇനി അത് ട്രംപ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതിനൊക്കെ ശേഷം വരുന്ന പോളിസിയിൽ കൂടെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ ഇന്ത്യക്ക് അത് എത്രത്തോളം ഗുണകരമാകും? കാരണം അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു ഓൾട്ടർനേറ്റീവ് അമേരിക്കയ്ക്ക് ഉണ്ടാകണമല്ലോ. കാരണം അമേരിക്കയിലെ കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും ഇന്ത്യ അതിനൊരു ഓൾട്ടർനേറ്റീവ് അല്ല തൽക്കാലം. കാരണം ചൈനയെ പോലെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ബേസോ അല്ലെങ്കിൽ സപ്ലൈ ചെയിനൊന്നും ഇന്ത്യക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ചൈനയുടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സോഴ്സ് അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ കണ്ടെത്താൻ സാധിക്കത്തില്ല തൽക്കാലമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നുള്ളത് ഈ പറഞ്ഞ പുതിയ മാറ്റങ്ങൾക്ക് ഇന്ത്യയും ചൈനയും തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. കാരണം സമാധാനം നിലനിൽക്കുകയും കൂടുതൽ ഇക്കണോമിക്കായിട്ടുള്ള എക്സ്ചേഞ്ചസ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുകയും ചെയ്യുന്നതായിരിക്കും. നമുക്കും ഇൻഡിവിജ്വലായിട്ടും ബയലാറ്ററലായിട്ടും ഉഭയകക്ഷി സംബന്ധമായിട്ടും എല്ലാം വളരെ നല്ലത്. അപ്പോൾ പാകിസ്ഥാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും പിന്തുടരേണ്ട ഒരു നയം ഇങ്ങനെ ആയിരിക്കും. കാരണം ഇന്ത്യയായിട്ട് സമാധാന ബന്ധങ്ങൾ പുലർത്തുകയും അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ അവർക്ക് വളരെ ഗണ്യമായിട്ടുള്ളതാണ്. കാരണം അവർക്ക് രക്ഷപ്പെടുവാൻ ഇന്ത്യ മാത്രം ആശ്രയിച്ചാൽ മതി. കാരണം ഇന്ത്യയായിട്ടുള്ള ഓപ്പൺ ബോർഡർ ട്രേഡ് ഉണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാൻ തീർച്ചയായിട്ടും സുഭിക്ഷമായി അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാണ്. കാരണം ഇന്ത്യക്കും തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒത്തിരി വാണിജ്യം അല്ലെങ്കിൽ അതുപോലുള്ള ട്രേഡഡ് മർച്ചൻഡൈസ് നമുക്ക് തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും സമാധാനം നിലനിൽക്കുകയും അതുവഴി ഉണ്ടാകാവുന്ന വാണിജ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിൽ കൂടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ നമുക്ക് പുരോഗതിയിലേക്ക് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ സ്വഭാവം നമുക്കറിയാം. അപ്പോൾ ചൈന തൽക്കാലം അവരുടെ അവസ്ഥ ഇങ്ങനെ ഒരു ഭീഷണി നേരിടാൻ ഉള്ള സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരിപ്പോൾ ഇന്ത്യയുമായിട്ട് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളുമായിട്ടും അവരുടെ ഇപ്പോഴത്തെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു ടോൺ ഒക്കെ മാറിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ ചൈനയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് മറ്റൊരു വീഡിയോക്കകത്തിൽ നമുക്ക് പറയാം. കാരണം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ഇപ്പോഴത്തെ ഒരു നയപരമായിട്ടുള്ള മാറ്റത്തിൻ്റെ അത് യൂറോപ്യൻ യൂണിയനായിട്ട് ജപ്പാനായിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ ഈ രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഇപ്പം അല്പം ഒന്ന് വിനയത്തോടു കൂടിയാണ് ഇപ്പോൾ ചൈന ഇടപെടുന്നതും സംസാരിക്കുന്നതൊക്കെ. അതല്ല നമ്മൾക്കിടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ആവശ്യമില്ല, നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ചൈന ഇപ്പോൾ നിലപാടുകൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ചൈന തീർച്ചയായിട്ടും ഇന്ത്യയായിട്ട് കൂടുതൽ വാണിജ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ പുതിയ പുതിയ വാതായനങ്ങൾ തുറന്ന് കിട്ടുവാനും അല്ലെങ്കിൽ തുറക്കപ്പെടുവാനൊക്കെ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി ആ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ അല്ലെങ്കിൽ അവിടെയുള്ള ഹയർ ഒഫീഷ്യൽസൊക്കെ പറയുന്നത് തന്നെ ഷാങ്ഹായിലും ഷെൻസനിലും അതുപോലെ ബെയ്ജിങ്ങിലും ഒക്കെയുള്ള ബിസിനസ് കമ്മ്യൂണിറ്റീസ് ഇന്ത്യയുമായി ബിസിനസ് ചെയ്യുന്നതിൽ വളരെ താല്പര്യം, അതുപോലെ തന്നെ ഇന്ത്യയിൽ വളരെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൂടുതലായി ഇന്ത്യയുമായിട്ട് ഏർപ്പെടുന്നതിൽ. അപ്പം അതെന്താണ് പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും അമേരിക്കൻ മാർക്കറ്റിൽ നഷ്ടപ്പെടാൻ പോകുന്ന വലിയൊരു
എന്താണ് ഒരു വ്യാപാരത്തിൻ്റെ അളവ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. കാരണം ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്, ഇപ്പോഴും ചൈനയുടെ വലിയൊരു മാർക്കറ്റ് തന്നെയാണ് ഇന്ത്യ. അപ്പോൾ നിലനിൽക്കുന്ന അത് നഷ്ടപ്പെടുത്താതെ കൂടുതലായി അതിനകത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് ചൈന ഇങ്ങനൊരു പിന്നെ മനംമാറ്റത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് നല്ല രീതിയിൽ നടക്കട്ടെ. കാരണം ഇരു രാജ്യങ്ങൾക്കും അത് പ്രയോജനം ചെയ്യുമെന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ വിഷയം. പ്രയോജനം ചെയ്യുന്നത് എപ്പോഴും ശക്തമായ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള സാമ്പത്തികമായ ശക്തിയുള്ള രാജ്യത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിനകത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഇപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വ്യാപാര ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മളുടെ എക്സ്പോർട്ട് കുറവും അവരുടെ എക്സ്പോർട്ട് കൂടുതലുമാണ്. അല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, ചൈന നമ്മളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിൻ്റെ ബാലൻസ് ഓഫ് ട്രേഡ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഫേവറബിളായിട്ടാണ് വളരെയധികം ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം ഇനിയും കൂടുതൽ വ്യാപാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ഗവൺമെൻറ്റിനോട് വളരെ കാലമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ ഇമ്പോർട്ടിൻ്റെ മേൽ നികുതി ചുമത്താനും അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ. പക്ഷേ ഇതുവരെയൊന്നും നടന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾ നമ്മൾ തീർപ്പ് കൽപ്പിക്കാൻ ഈ റഷ്യയിലെ മീറ്റിങ്ങിൽ തീരുമാനിക്കപ്പെടുകയുണ്ടായി. അപ്പം ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മളെ പ്രത്യേകിച്ച് ഡോക്ലാമിൽ ഉണ്ടായിരുന്ന ഒരു ഡിസെൻഗേജ്മെൻറ്റിന് വേണ്ടി രണ്ട് രാജ്യങ്ങളും ഡിസെൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ചില ഹോട്ട്സ്പോട്ട് ഉണ്ടായിരുന്നു. രണ്ട് രാജ്യത്തിൻ്റെയും പിന്നെ എന്താണ് സുരക്ഷാ സേനകൾ തമ്മിൽ ഏറ്റവും ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറുവാനും അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഡിസെൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ല പിന്നെ ഡി എസ്കലേഷൻ പിന്നെ ഡി ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സുകളുണ്ട്. അപ്പം അതിലേക്കൊന്നും ഇതുവരെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പിന്നെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും കൈവരിച്ചിട്ടില്ല. അപ്പോൾ അത് ബാക്കി നിൽക്കുന്നതേ ഉള്ളൂ. ഡി എസ്കലേഷനും ഡി ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മിലിറ്ററി പരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഡി എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നത്, നമ്മൾ വിന്യസിച്ചിട്ടുള്ള ട്രൂപ്സിനെ അതിനകത്തിൽ ഗണ്യമായിട്ടുള്ള എന്നുവെച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അധികമായി നമ്മൾ വിന്യസിക്കുന്ന ട്രൂപ്സിൻ്റെ ഒരു അതിനെ സ്കെയിൽ ഡൗൺ ചെയ്യുന്നതാണ്, കുറയ്ക്കുന്നതിനാണ് ഡി എസ്കലേഷൻ എന്ന് പറയുന്നത്. ഡിസെൻഗേജ്മെൻ്റ് ഉണ്ട്, ഡി എസ്കലേഷൻ ഉണ്ട്. ഇതൊക്കെ മിലിറ്ററി പരമായിട്ടുള്ള ചില പദങ്ങളാണിത്. പിന്നെ ഡി ഇൻഡക്ഷൻ ഉണ്ട്. ഡി ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വിന്യസിച്ചിരിക്കുന്ന സോൾജിയേഴ്സിനെ രണ്ട് രാജ്യത്തിൻ്റെ ആയാലും സോൾജിയേഴ്സിനെ മറ്റ് മേഖലകളിലേക്ക് പുനർവിന്യസിക്കുന്നതിനെയും അതുപോലെ തന്നെ ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ നിന്ന് മാറ്റി നോർമലൈസ് ചെയ്യുന്ന പഴയ പോലെ ആക്കുന്നതിനാണ് ഡി ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഡിസെൻഗേജ്മെൻ്റ് എന്നുള്ളൊരു പ്രോസസ്സ് മാത്രം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഈ ചൈനയുടെ സ്വഭാവം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് ചൈനയെ വിശ്വസിച്ചിട്ട് നമ്മൾ ടോട്ടലി, കാരണം അവരുടെ പോളിസി തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ മാറാനുള്ള സാധ്യത വളരെ തന്നെ കൂടുതലാണ്. കാരണം ഇപ്പോൾ അവർക്ക് താൽക്കാലികമായി അവർ നേടാൻ പോകുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വാണിജ്യപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലും അവർ നേരിടാൻ പോകുന്ന ഒരു ഭീഷണിയെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. കാരണം ഇപ്പം നാളെ ചൈന ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നേരിടുമ്പോൾ ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ ചൈനയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടം. കാരണം ഇന്ത്യയും അമേരിക്കയൊക്കെ അതുപോലെ തന്നെ വാണിജ്യപരമായിട്ടുള്ള ചൈനയ്ക്ക് പ്രതികൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വലിയൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു വലിയൊരു ഒരു ചങ്ക് തന്നെ അവർക്ക് നഷ്ടപ്പെടാൻ പോകും. ഇപ്പം റഷ്യ ഇന്ത്യ എങ്ങനെ സപ്പോർട്ട് ചെയ്തു ഈ വാർ ടൈമിൽ, അതുപോലെ തന്നെ ചൈനയും ഇന്ത്യ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ചൈന ഇന്ത്യയുടെ കൂടുതൽ ഇളവുകൾ കാണിക്കുന്നതും അടവ് നയങ്ങൾ പ്രയോഗിക്കുന്നതും ഒക്കെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ ചൈന തീർച്ചയായിട്ടും പഴയ അവരുടെ സ്ഥിരം സ്വഭാവത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഇന്ത്യ ചൈനയുമായിട്ട് കൂടുതൽ കൈ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇടപെടാൻ പോകുന്നതും. കൂടുതൽ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് പ്രയോജനം അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു
അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കില്ല എന്നുള്ളത് വളരെ നമുക്ക് അവരുടെ ഇതുവരെയുള്ള അവരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മളുള്ള സമീപനം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ചൈനയുടെ ആ ഒരു സ്വഭാവം, പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ തൽക്കാലം ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാനും അല്പം കൂടെ ശക്തി വ്യാപിപ്പിക്കാനും ഒക്കെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നതതല ചർച്ചകൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ തന്നെ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവ് ചൈന തന്നെ ആയിരിക്കും എന്നുള്ളതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന വ്യാപാരത്തിൻ്റെ ഇരട്ടി വ്യാപാരങ്ങൾ അവർക്ക് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നിരുന്നാലും തൽക്കാലം ഇത് ചൈനയുടെ ആവശ്യം ആണ്. ഇന്ത്യക്ക് ചൈനയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചൈനയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യയെ ആവശ്യം. അതുപോലെ തന്നെ റഷ്യ-യുക്രൈൻ വാറിൽ നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ ഈ എണ്ണ മേടിക്കുകയും ഓയിൽ മേടിക്കുകയും അതുപോലെ മറ്റ് വാണിജ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തമാക്കുക ചെയ്തപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് റഷ്യയെ ആ വാറിൽ സപ്പോർട്ട് ചെയ്തത് എന്നത് ചൈനയ്ക്ക് നല്ല കൃത്യമായിട്ടുള്ളൊരു ലെസണാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സഹായം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോൾ ഈ കാണിക്കുന്ന മനമാറ്റം എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.